എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചേന വെച്ച് ഒരു മസാലക്കറിയാണേ. തേങ്ങയൊന്നും അരച്ച് ചേർക്കാതാണ് ഞാൻ ഈ കറി തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചോറിന് അടിപൊളി ഒരു കറിയാണ്. എങ്ങനെ നമുക്കിത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഞാൻ 3 വറ്റൽമുളക് മുറിച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയം തീ കുറച്ച് വെക്കണം. വറ്റൽമുളക് ഒന്ന് ഫ്രൈ ആയി വന്ന് കഴിയുമ്പം ഇതിലോട്ട് ഒരു വലിയ സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തതും അതുപോലെ ഒരു 15 കൊച്ചുള്ളി നടുക്കൂടെ കീറിയെടുത്തതും ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ പകുതി വരെ വഴറ്റിയെടുക്കാം. പകുതി വരെ വഴണ്ട് വന്ന് കഴിയുമ്പം 6 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചതച്ചത് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 3 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഇതിൻ്റെ പച്ച സ്മെല്ല് മാറുന്ന വരെ നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ പച്ച സ്മെല്ല് മാറി വരുന്ന സമയത്ത് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും കൂടെ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ചിക്കൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഇതിൽ കിട്ടാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ മാഗി ക്യൂബ് ഉണ്ടല്ലോ, അത് ഒരു പീസ് ഇതിലോട്ട് ഈ സമയം ഇട്ട് കൊടുക്കാവുന്നതാണ്. അന്നൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിലോട്ട് ഒരു വലിയ തക്കാളി അരിഞ്ഞതിട്ട് കൊടുത്ത് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നല്ലതായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയമാകുമ്പം ഞാൻ ഇവിടെ ഒരു 650 ഗ്രാം ചേന ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒത്തിരി വലിയ പീസായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാൽ ഒത്തിരി ചെറിയ പീസുമായിട്ട് കട്ട് ചെയ്യേണ്ട. ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ചേനയുടെ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നല്ലതായിട്ട് ഇളക്കിയിട്ട് നമുക്കിതിനെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഓരോ സ്ഥലത്ത് കിട്ടുന്ന ചേനയുടെ വേവ് അനുസരിച്ച് ഇതിന് വേവ് കൂടുതൽ കാണും. ഇവിടെ ഞാൻ 10 മിനിറ്റാണ് വേവിച്ചെടുത്തത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കുക. ഇപ്പോൾ ചേന 10 മിനിറ്റ് ആയപ്പോഴത്തേക്ക് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ചാറൊക്കെ നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പിഴിപുളി കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്താണ് അത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് നല്ലതായിട്ട് നമുക്കിതിനെ അങ്ങ് ഇളക്കിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണേ. അതുപോലെ നമുക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി 1 ടീസ്പൂൺ ഞാൻ ശർക്കരപ്പൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. ഇട്ട് നല്ലതായിട്ടും തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഉപ്പ് നോക്കിയപ്പോൾ ഇച്ചിരി കുറവായിട്ട് തോന്നി, കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് ഇളക്കിയെടുക്കുക. ചേന ഇങ്ങനെ കിടക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചേന നിങ്ങൾക്ക് ഉടച്ചിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ കുറച്ച് ചേന ഇതുപോലെ ഉടച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അന്നേരത്തേക്ക് ചാറ് കുറച്ചും കൂടെ കുറുകി കിട്ടും. ആ ചേനയുടെ ഫ്ലേവർ ആ കറിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒത്തിരി ചേന കടിക്കാനും കിട്ടത്തില്ല, എന്നാൽ കുറച്ച് കുറുകിയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് ചേന ഉടച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ളൊരു കറിയാണ്. ചോറിൻ്റെ കൂടെ ഇത് ഒഴിച്ച് കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ്. തേങ്ങ ഒന്നും ചേർക്കാതെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതൊരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.